മലബാറിലെ പ്രമുഖ CPM സൈബർ സഖാക്കൾ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. മറ്റൊന്നുമല്ല, വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കാഫ്രി സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക തെളിവ് SITക്ക് ലഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ പോലും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കാൻ പോകുന്ന രീതിയിൽ വോട്ടർമാർക്കിടയിൽ അതീവ അപകടകരമായ രീതിയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച വ്യാജ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടം ഇടതാനുകൂല സൈബർ ഗ്രൂപ്പുകളാണെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. കടത്തനാട് സഖാക്കൾ, ബാവുപ്പാറ സഖാക്കൾ എന്നീ പ്രമുഖ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നുമാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി നിർമ്മിക്കപ്പെട്ടതും പിന്നീട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടതുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അന്വേഷണം ഈ വഴിക്ക് നീങ്ങിയതോടെ ഈ വിവാദ കേസിൽ CPM സൈബർ കേന്ദ്രങ്ങൾ പാടെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ കേസിലെ ഏറ്റവും നിർണായക കണ്ണിയായി പോലീസ് കരുതുന്ന വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരെയും പ്രധാന അംഗങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലൂടെയാണ് കേസിനെ മൂടിയിരുന്ന ഗൂഢാലോചനയുടെ പുകമറ നീക്കുന്ന പ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിവാദമായ ഈ സ്ക്രീൻഷോട്ട് തനിക്ക് ആദ്യമായി ലഭിക്കുന്നത് വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു. ഈ കേസിൽ പോലീസിന് മുന്നിലെത്തിയ മറ്റ് പ്രധാന സാക്ഷികളായ മനീഷ്, അമൽ എന്നിവരും സമാനമായ മൊഴികളാണ് പോലീസിന് കൈമാറിയത്. സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് അഡ്മിനും DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മാരത്തൺ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ഈ ചോദ്യം ചെയ്യൽ ഘട്ടത്തിലാണ് പ്രസ്തുത സ്ക്രീൻഷോട്ട് വടകര സ്ക്വാഡിലേക്ക് എത്തിയത്. എവിടെ നിന്നാണ് ഇതിന്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് വീണ്ടെടുക്കാൻ സാധിച്ചത്? വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഡിജിറ്റൽ ഉറവിടം ഏതാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇനി കടത്തനാട് സഖാക്കൾ, ബാവുപ്പാറ സഖാക്കൾ എന്നീ സോഷ്യൽ മീഡിയ പേജുകളുടെയും ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. ഇവർക്ക് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കാണിച്ച് പോലീസ് നോട്ടീസ് നൽകുമെന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഈ പേജുകൾ കൈകാര്യം ചെയ്യുന്ന സൈബർ സഖാക്കളെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യാജരേഖ ചമച്ചതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. അന്വേഷണത്തിന്റെ കുറുക്ക് തങ്ങളിലേക്ക് തന്നെയാണ് നീളുന്നതെന്ന് ഉറപ്പായതോടെ മലബാറിലെ പ്രമുഖരായ പല CPM സൈബർ സഖാക്കളും ഇപ്പോൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. പോലീസിന്റെ സൈബർ ഫോറൻസിക് പരിശോധനകളിൽ കുടുങ്ങാതിരിക്കാൻ പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൽക്കാലികമായി നിർജീവമാക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെക്കുകയും അതുവഴി വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത മുൻ MLAയും പ്രമുഖ CPM നേതാവുമായ KK ലതികയെ ചോദ്യം ചെയ്യുന്ന കാര്യവും അന്വേഷണ സംഘത്തിന്റെ സജീവ പരിഗണനയിലാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഈ വ്യാജ സന്ദേശം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്കാണ് വഴിമാറിയത്. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫിയുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ച ഈ സ്ക്രീൻഷോട്ട് വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് തുടക്കം മുതലേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകിയതോടെ വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് വരെ എത്തുകയുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് ഇപ്പോൾ തള്ളിക്കളയുന്നില്ല.